ഇന്ത്യ ഫൈനലിലടാ, ഇന്ത്യ ഫൈനലിൽ. സഞ്ജു മുത്തേ ചക്കരെ നീ വേറെ ലെവലടാ, നീ വേറെ ലെവലടാ. അടിയടാ ചണ്ട വേണം. എന്റെ അമ്മോ, എന്തൊരു ടെൻഷൻ പിടിച്ച കളിയുടെ അണ്ണായത്. 254 റൺസ് അടിച്ചിട്ട് പോലും ടെൻഷൻ അടിഞ്ഞ് കാണാൻ സമ്മതിക്കാത്ത കളി. അവസാനം വെറും 7 റൺസിനാണ് ജയിച്ചത്. ടെൻഷൻ അടിച്ച് മനുഷ്യനെ കൊല്ലൂടെ. നീയൊക്കെ 300 അടിച്ചാലും ടെൻഷൻ തരുവടേ. എന്നാ കളിയാ. എന്തോ ആവട്ടെ, എന്ത് തേങ്ങ, എന്ത് പുല്ലാവട്ടെ, ഇന്ത്യ ഫൈനലിൽ. ഇന്ത്യ ഫൈനലിൽ. എവിടെ പ്രവചന വീരന്മാരെവിടെ? ഇതുവരെ ഞാൻ പ്രവചിച്ചതൊന്നും തെറ്റാത്ത കുറെ തെണ്ടികൾ ഉണ്ടായിരുന്നല്ലേ. എവിടെ? എവറാ അമീറെ? നീ എവിടെ ഓടിയാ? അയ്യോ, ഇന്ത്യ സെമി കയറില്ല. ഇപ്പൊ ഞാൻ വീണ്ടും പറയട്ടെ, ഇന്ത്യ ഫൈനലിൽ കയറില്ല. മുഞ്ചിയാ. എടാ, ഇന്ത്യ ഫൈനലിൽ. എന്തോന്ന് ഫൈനലിൽ? തുടർച്ചയായ അടുത്ത വേൾഡ് കപ്പ് കൊണ്ടുവരുവണ്ണ. മുത്തേ ചക്കരെ സഞ്ജു സാംസ. നിനക്ക് എന്ത് പറ്റിയടാ? നിനക്ക് എന്താണ് നിനക്ക് പറ്റിയത്? എന്നാ ഷോട്ടാ, എന്നാ കളിയാ നീ കളിക്കുന്നത്? ഇതിപ്പോ വിരാട് കോഹ്ലി പോലും മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വരുമല്ലോ. നമ്മുടെ ഗ്രേറ്റ് പ്ലെയർ ആയ വിരാട് കോഹ്ലി വരെ മാറി നിൽക്കും. അമ്മാതിരി ഇന്നിങ്സ് ആണ്. തുടർച്ചയായ രണ്ടാമത്തെ കളിയിലും മാൻ ഓഫ് ദി മാച്ച്. അയ്യോ, സത്യം പറയാലോ, നെഞ്ചിടിച്ചിടിച്ചാണ് കണ്ടത്. ആ ബുംറേ, ആ ചക്കരൻ, ആ ബുംറ വന്ന് എറിഞ്ഞപ്പോഴാണ് ഒരു വിധ സമാധാനമായത് കേട്ടോ. ലാസ്റ്റ് ഓവർ ഇതിന്റെ അമ്മ ശിവൻ ഡൂബെ 11 ബോളൊന്നും കൊടുത്തളയില്ലേ. ആർച്ചർ വന്ന് ഹാർട്രിക്ക് 6 അടിച്ച്. ആർച്ചർ വന്നടിച്ചിരിക്കണേ. ഹാർട്രിക് 6, 11 കൊടുത്തളയല്ലേ. പക്ഷെ അണ്ണ ഇന്ന് കളിച്ച്. ഇന്ന് ശിവൻ ഡൂബെ 1.5 കളി കളിച്ച്. സഞ്ജു സാംസൺ, നമ്മുടെ ഇഷാൻ കിഷൻ, ശിവം ഡൂബെ, നമ്മുടെ 3 പേരും അടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ച് റൊട്ടിയാക്കി. 253 ഒരു സെമി ഫൈനലിൽ T20 250 എത്ര പാട്ടപ്പിച്ചോ ആയിക്കോട്ടെ, 253 റൺസ് ഡിഫെൻഡ് ചെയ്യാൻ വെച്ചു കൊടുക്കാന്ന് വെച്ചാലേ അത് ചില്ലറ കാര്യമല്ല. ഇത്രയും ടെൻഷനുള്ള, ഇത്രയും പ്രഷറുള്ള കളിയാണ്. മനസ്സിലായോ? ആ കളിയിലാണ് 253 എന്ന് പറയുന്ന സ്കോർ കൊണ്ട് വെച്ചു കൊടുത്തത്. അത് എങ്ങനെ, ആര് വെച്ചു കൊടുത്തത്? സഞ്ജു സാംസൺ. നിങ്ങയൊക്കെ തഴഞ്ഞ് ഒരു കളി കൊടുക്കും, 2 കളി കയറ്റിയിരുത്തും, അവനെ കൊണ്ട് വെള്ളം ഒടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടു കിടക്കും. അവസാനം നിങ്ങളുടെ ലെഫ്റ്റ് ഊഞ്ഞാലയാണെന്ന് മനസ്സിലായപ്പോൾ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷന് വേണ്ടിയിട്ട് മാത്രം കൊണ്ടുവന്നവനാണ്. ഇപ്പൊ ടോപ്പ് റൺ ഗട്ടറിൽ ഉണ്ടവൻ. മനസ്സിലായോ? വെറും എത്ര 3 കളി എന്തോ കളിച്ചിട്ടുള്ളൂ. 3 അല്ലല്ലോ, 4 കളി. 4 കളിയെ കളിച്ചിട്ടുള്ളൂ. ഈ 4 കളി കളിച്ചാലും ഇപ്പൊ അവൻ ഇന്ത്യയുടെ പേരിൽ നോക്കാൻ അവൻ മാത്രമേ ഉള്ളൂ. എന്നാ കളിയാ ഇന്ന് കളിച്ചത്? നിങ്ങൾ ആലോചിക്കുന്നത് ഒരു സെമിയാണിത്. ഇതൊരു സെമിയാണ്. അഭിഷേക് ശർമ്മ ദാ പോണ്. അവൻ എന്ത് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അഭിഷേക് ശർമ്മ ദാ പോണ്. അതിനുശേഷം അണ്ണം നിന്ന് ആടി. ആർച്ചറാണ് ഇവനെ മുമ്പ് വിക്കറ്റൊക്കെ തള്ളിയിട്ടോണ്ടിരുന്നത്. ആർച്ചറിനെ തന്നെ അടി. ഒരേ ഒരു സങ്കടമുള്ളടാ സഞ്ജു. സെഞ്ചുറി നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരേ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഒരു സങ്കടം. 89 അല്ലേ അടിച്ചത്? 89, 42 ബോളിൽ വെറും 7 സിക്സുകളും 8 ഫോറുകളും. 211 ഏതാണ് 212 സ്ട്രൈക്ക് റേറ്റ്. അൺബിലീവബിൾ ബാറ്റിംഗ്. വിശ്വസിക്കാൻ പറ്റാത്ത ബാറ്റിംഗ്, അവിശ്വസനീയമായ ബാറ്റിംഗ്. മനസ്സിലായോ? നമ്മൾ ഒരിക്കലും കരുതുന്നില്ല. കഴിഞ്ഞ കളി അടിച്ചു, ഈ കളി ചിലപ്പോൾ 10 30 ഒക്കെ അടിച്ചു പോകും. പക്ഷെ ഈ കളി അതിനെയും കാട്ടി ആർച്ചറൊക്കെ അടിച്ച് ആടിയേണ്ട പടയിന് ഒരു ലൈഫ് കിട്ടിയിട്ട്. അതാണ് പറയുന്നത്, ഭാഗ്യം നമുക്കുള്ളപ്പോഴേ, നമുക്ക് അനുഗ്രഹം ഉള്ളപ്പോഴും നമുക്ക് ഭാഗ്യം കൂടി വരും. അല്ലെങ്കിൽ പുട്ട് കേച്ച് നമ്മുടെ ക്യാപ്റ്റൻ കളയില്ലായിരുന്നു. ആ പുട്ട് കേച്ച്. അമ്മയെ 253 റൺസ് അടിച്ച് വെച്ചിട്ടും അവസാന ഓവർ വരെ കാത്തിരിക്കേണ്ട ഗതികേടിയൊക്കെ വരുത്തിയല്ലോടാ ശിവൻ ഡൂബെ. അണ്ണാ, നീ ബാറ്റിംഗ് മാത്രം ചെയ്താൽ മതി. അമ്മടെ നീ ബൗളിംഗ് ചെയ്യരുത്. എനിക്കിത്രേ പറയാനുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ 50 റൺസ് ഉള്ളപ്പോൾ അവന് കൂട്. ആർച്ചന്റെ 2 ബോൾ എറിഞ്ഞ് ഇടാൻ പറ്റിയില്ലല്ലോടാ അവനക്ക്. എന്തോ ഭാഗ്യത്തില് ലെവൽ ഔട്ടായി പോയി. മനസ്സിലായോ?
11 ഔട്ടായിപ്പോയി, ഫസ്റ്റ് ബോളർ റൺ ഔട്ട് ആയിപ്പോയി, അതുകൊണ്ട് രക്ഷപ്പെട്ട്. ഇല്ലെങ്കിൽ അവൻ അടിക്കുന്നു, 5 6 അടിക്കുമെന്ന് തോന്നുന്നത്. ലാസ്റ്റ് ഓവർ 30 റൺ വേണമായിരുന്നു. ഇങ്ങനെയാണ് എറിഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ അവ അടിയാരുടെ കൂടെ കൊണ്ട് വൈഡും കൂടെ എന്തോ തന്നെ ഇത്. പിന്നെ എടുത്ത് പറയണം നമ്മുടെ അർഷദീപ് സിംഗ് ആ ലാസ്റ്റ് ഓവർ റണ്ണിൽ അതും കിട്ടില്ല മാറ്റം. ആ അർഷദീപ് സിംഗിന്റെയും ഈ പറയുന്ന ബുംറയുടെയും ഓവറാണ് തിരിച്ചു കൊണ്ടുവന്നത്. വിക്കറ്റുകളൊക്കെ പോയതൊക്കെ ശരി തന്നെയാണ്. അവന്മാര് നിന്ന് അടിയായിരുന്നു, അവന്മാര് നിന്ന് പൊളന്ന് അടിയായിരുന്നു. ഞാൻ വിചാരിച്ചു എന്റെ കർത്താവേ മനസ്സിലായോ, അത്രയ്ക്കുള്ള അടിയായിരുന്നു. മറ്റേ ബദേയിലാണ് 105 റൺസ് അടിച്ചു, 48 ബോളിൽ 105 റൺസ് അടിച്ചിട്ട് 7 സിക്സുകളും 8 ഫോറുകളും 217 സ്ട്രൈക്ക് റേറ്റ് ഉണ്ട് അവന്. വേറെ ആരും വലുതായിട്ട് അവന് ആ ഒരുത്തനാണെന്ന് കളിച്ചത്, വേറെ ആരും കളിച്ചില്ല. പിന്നെ ഈ പറയുന്ന സാൾട്ട് 5, ബട്ട്ലർ 25, നമ്മുടെ ക്യാപ്റ്റൻ ഹാരി ബ്രൂക്ക് 7, പിന്നെ 17 വിൽ ജാക്കും ഈ പറയുന്ന യവനോട്ടിൽ നിന്നാണ് അത് അടിച്ചത്. മനസ്സിലായോ? പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു വ്യക്തിയുണ്ട്, അയ്യോ അത് വിട്ടുപോയി, മറ്റേ അക്ഷർ പട്ടേൽ ക്യാച്ച്. എന്റെ അമ്മ 2 ക്യാച്ച്, മൊത്തം 3 ക്യാച്ച് എടുത്തിട്ടുണ്ട്. അതിൽ 2 ക്യാച്ച് കളിയുടെ ഗതി തന്നെ മാറ്റിയ ക്യാച്ചുകളാണ്. മനസ്സിലല്ലേ, കളിയുടെ ഗതി തന്നെ മാറ്റിയ ക്യാച്ചുകളാണ്. സൂപ്പർ ക്യാച്ച്. അല്ലെങ്കിൽ കഴിഞ്ഞ കളി നമുക്കെല്ലാം ഈ പറയുന്ന പോലെ പൊത്ത പിടിച്ച് എന്തോ ഭാഗ്യം നമ്മുടെ അഭിഷേക് ശർമ്മയുടെ അടുത്ത് ഒരു ക്യാച്ച് വന്നില്ല. ഒരു കേച്ച് ബോൾ ഒന്നിട്ടുണ്ടെങ്കിൽ ഉരുണ്ടവന്റെ അടുത്ത് പോയതേ ഉള്ളൂ. അവൻ ഒരു കേച്ച് വന്നു. ഒന്നാമത് അവൻ ടോട്ടലി കോൺഫിഡന്റ് ഇല്ലാത്തൊരു ബാറ്റ്സ്മാനായി മാറിയിട്ടുണ്ട്. ഭയങ്കര ടെൻഷനും കാര്യങ്ങളും. ഇന്ന് ഔട്ടായ ബോൾ കണ്ടോ? മുമ്പൊക്കെയാണ് ഈ ബോളൊക്കെ അവൻ പൊളന്ന് ഇട്ടന്നെ, മനസ്സിലായോ? മുമ്പ് ഈ ബോളൊക്കെ പൊളന്ന് വിടാനുള്ള സാധനമാണ്. എന്നിട്ട് ഇന്ന് ഔട്ടായത് കണ്ടു, തുടക്കമൊക്കെ കിട്ടിയിട്ടും. പക്ഷെ സഞ്ജു സാംസൺ നിന്ന്, അതുപോലെ തന്നെ നമ്മുടെ ഇഷാൻ കിഷൻ സൂപ്പറായിട്ട് കളിച്ചോട്ടോ. ഇഷാൻ കിഷൻ 18 ബോളിൽ നിന്നാണ് 39 റൺസ് അടിച്ചവൻ. 18 ബോളിൽ നിന്ന് ഞാൻ കരുതി ഇന്ന് 100 അടിക്കുന്നത് കരുതി. ആ രീതിയിലാണ് ആടി. പിന്നെ നമുക്കിവിടെ പറ്റിപ്പോയതാരാണ്, നമ്മുടെ ക്യാപ്റ്റൻ വീണ്ടും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. സൂര്യകുമാർ യാദവ് ഒന്നും, പക്ഷേ അവൻ ക്യാപ്റ്റനായിട്ട് കളി ജയിക്കുന്നുണ്ട്, അങ്ങനെയല്ലേ കിടക്കട്ടെ എന്നുള്ളതാണ്. ഫസ്റ്റ് വിക്കറ്റ് 20 റൺസിന് ഫസ്റ്റ് വിക്കറ്റ്. രണ്ടാമത്തെ അതായത് 1.6 ഓവർ ഫസ്റ്റ് വിക്കറ്റ് പോയി. രണ്ടാമത്തെ വിക്കറ്റ് പോകുന്നത് ഇഷാൻ കിഷൻ. അപ്പൊ 117 റൺസ് അടിച്ചിട്ടുണ്ട് ഇന്ത്യ വെറും 9.3 ഓവർ. മനസ്സിലായോ? 117 റൺസ് അടിച്ചിട്ടുണ്ട്. പിന്നെ പോകുന്നത് സഞ്ജു സാംസൺ ആണ്. 13.1 ഓവറിൽ സഞ്ജു സാംസൺ പോകുന്നത്. 13ാമത്തെ ഓവറിൽ ഇന്ത്യ 160 മനസ്സിലായോ? പിന്നീട് 15ാമത്തെ ഓവറിൽ ഇന്ത്യ 190 15ാമത്തെ ലാസ്റ്റ് ഹാർദിക് പാണ്ഡ്യ വന്ന് അടിച്ചു 2-3 സിക്സും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട്. എന്തായാലും എന്റെ അമ്മയുടെ സഞ്ജു സാംസൺ ചേട്ടാ, നീ 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 വേറെ ലെവലടാ. നീ വേറെ ലെവൽ. അടുത്തൊരു കളിയും കൂടെ ഉണ്ട് ചേട്ടാ. അടുത്ത കളി നിനക്ക് സെഞ്ചുറി അടിക്കാനുള്ള അവസരമാണ്. ന്യൂസിലൻഡ് നമ്മളിവിടെ ഓട്ടിച്ചിട്ട് പട്ടിയെ പോലെ ആടിച്ച് തുറിപ്പിച്ച് വിട്ടവരാണ്. മനസ്സിലായോ? 5 കളികളും 4 കളിയും ഓട്ടിച്ചിട്ട് വിട്ടവന്മാരാണ്. ആ രീതി അങ്ങ് അടിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. ആ രീതിയിൽ അങ്ങ് പുറന്ന് വിട്ടുകൊടു, ഒരു രക്ഷയില്ല. എനിക്കിപ്പോ ഇവിടെ കൺസേൺ ആയ 2 വ്യക്തികളുണ്ട്. ഒന്ന് പറഞ്ഞാൽ അഭിഷേക് ശർമ്മ ഉടനീളം അവസരം കൊടുത്തു, ആ ഒരു ബാറ്റ്സ്മാൻ കിടക്കുന്നു. അടുത്ത് ഏറ്റവും വലിയ ഈ വേൾഡ് നമ്പർ 1 ബാറ്റ്സ്മാനും വേൾഡ് നമ്പർ 1 ബൗളറും ഇന്ത്യൻ ടീമിലാണ്, ആണല്ലോ. വേൾഡ് നമ്പർ 1 ബാറ്റ്സ്മാനും വേൾഡ് നമ്പർ 1 ബൗളറും ഇന്ത്യൻ ടീമിലാണ്. ഈ 2 പേരാണ് നമുക്കിപ്പോ തലവേദന. ഈ 2 പേരാണ് നമുക്ക് തലവേദന. അതായത് അഭിഷേക് ശർമ്മ തലവേദന ആയിട്ടുണ്ട്, ഒരു കളിയും ഫോം ആവുന്നില്ല. നമ്മുടെ വരുൺ ചക്രവർത്തി തലവേദന. വരുൺ ചക്രവർത്തിക്ക് എന്തൊരു അടിച്ച് അവനെ ക്രോസ് ബീറ്റ് ചെയ്ത് അവൻ കിട്ടും. അവനെ സ്ട്രൈറ്റ് അടിക്കുകയാണെങ്കിൽ എല്ലാം 6 ആണ്. വരണവനും പോണവനും ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു ഒരു സംഭവം നോക്കിയാണ്. 2 വേൾഡ് ക്ലാസ് പറയുന്ന ബാറ്റ്സ്മാനും ബൗളറും T20 ആണല്ലോ. അവര് 2 പേരുമാണ് നമുക്കിപ്പോ തലവേദനയായിട്ട്. അവർ 2 എടുത്ത് മാറ്റേണ്ട ഗതികേട്ടിലേക്കാണ് ഇന്ത്യ ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി മാറ്റണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും മാറ്റില്ലെന്ന് പറയും. ഞാൻ പറയും ഈ ഒറ്റ എണ്ണത്തിനെ മാറ്റരുത്. ഈ പറഞ്ഞ വരുൺ ചക്രവർത്തി നിങ്ങൾ മാറ്റിയിട്ട് അവിടെ ഈ പറയുന്ന ആരെ കൊണ്ടുവന്നാലും, നമ്മുടെ കുൽദീപിനെ കൊണ്ടുവന്നാലും ലവനെ മാറ്റരുത്. മറ്റേ നമ്മുടെ അഭിഷേക് ശർമ്മയെ മാറ്റരുത്. അവൻ കിടക്കുന്നതായിരിക്കും ഭാഗ്യം. ഇന്ത്യ ജയിച്ചോളൂ. ഇതിൽ ഒരുത്തൻ പോയി കഴിഞ്ഞാൽ ഭാഗ്യം നഷ്ടപ്പെടുക ഉള്ള കാര്യം പറ്റട്ടോ. ഇപ്പൊ എങ്ങനെയൊക്കെ തന്നെ ഒരുത്തൻ കളിച്ചാലും കളിച്ചില്ലെങ്കിലും ഇന്ത്യ കളി ജയിക്കുന്നുണ്ട്. ഇന്ത്യ ഫൈനലിൽ കയറിയടേ. ഇന്ത്യ ഫൈനലിൽ കയറിയടേ. എന്താണ് ഞങ്ങൾക്കൊന്നും ആ ഒരു ആഹ്ലാദം ഇല്ലാത്ത? ഇന്ത്യ ഫൈനലിൽ കയറി. ഇന്ത്യ ഇനി ന്യൂസിലൻഡുമായിട്ട് ഏറ്റുമുട്ടും. അവളെ കഴിഞ്ഞ ഒരു മാസം മുമ്പ് അടിച്ച് തൂറിച്ചുവിട്ടാണ് ന്യൂസിലൻഡാണ് വരുന്നത്. മനസ്സിലായോ? അവർക്ക് ശരി തന്നെയാണ്. കഴിഞ്ഞ വട്ടം നമ്മുടെ പ്രഡിഷനൊക്കെ തെറ്റിയേട്ടോ. സൗത്ത് ആഫ്രിക്ക ഇന്ത്യയായിട്ട് കളിയാവുന്ന വിചാരിച്ചു. പക്ഷെ സൗത്ത് ആഫ്രിക്ക
പോയി മറ്റേ എന്തൊരടിയടേ എന്റെ പള്ളി അവനാണ് വരുന്നത്. അപ്പൊ നൂസിന് അവൻ മാത്രമേ ഉള്ളൂ. അവൻ പോയി കഴിഞ്ഞാൽ പരപരാ തീരും. ഇവിടെയും ഈ പറഞ്ഞ ഇംഗ്ലണ്ടിന്റെ കേസിലും ആ പറഞ്ഞ യവൻ ആ ബദയിൽ പോയിരുന്നെങ്കിൽ പിന്നെ ഇല്ല, പിന്നെ കളിക്കാനില്ല. ആ ഒരു വിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വളരെ കഷ്ടം കേട്ടോ. പിന്നെ അക്ഷർ പട്ടേൽ കൃത്യമായിട്ട് എറിഞ്ഞു എന്നുള്ളത്. ഇനി നമുക്ക് ബാറ്റിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാറ്റിംഗിലേക്ക് വന്ന സഞ്ജു സാംസൺ 42 ബോള് 89 റൺസ് 8 4 7 6 219 സ്ട്രൈക്ക് ആയിട്ട് കൊറാടി കൊടുകൈ. അടുത്ത അഭിഷേക് ശർമ്മ വീണ്ടും 7 ബോളിൽ 9 റൺസ് അടിച്ച് 2 4 മാത്രം അടിച്ച് ദാ പോകുന്നു. പിന്നെ വന്ന് നമ്മുടെ ചക്കക്കുരു ഇഷാൻ കിഷൻ വെറും 18 ബോളിൽ നേരിട്ടുകൊണ്ട് 39 റൺസ് 2 6 4 4 കിട്ടും. ഈ രണ്ട് സഞ്ജു സാംസന്റെയും ഇഷാൻ കിഷന്റെ കൂട്ടുകെട്ടാണ് ഇത്രയും വലിയൊരു സ്കോറിലേക്ക് ഇന്ത്യയെ നയിച്ചത് എന്നുള്ളത്. അതിനുശേഷം ഇന്ത്യ എടുത്ത മറ്റൊരു സുപ്രധാന ഒരു തീരുമാനമുണ്ട്. എന്താണ്? ഈ പറയുന്ന സൂര്യകുമാർ യാദവിന് പകരം ശിവം ദുബെ ഇറക്കി വിടുക എന്നുള്ള തീരുമാനം കൃത്യതയിൽ കൊണ്ടു എന്നുള്ളതാണ്. ശിവം ദുബെ വീണ്ടും റൺഔട്ടാണ്. പാവോടെ 25 ബോളിൽ 43 റൺസ് അടിച്ചു, 4 സിക്സുകളും 1 4 അടിച്ചത്. ശിവൻ ദുബെ കൃത്യമായിട്ട് കളിച്ചു. കാരണം ഇവിടെ കോൺഫിഡൻസ് ഉള്ള ബാറ്റ്സ്മാൻ ആരുണ്ട്? ഈ പറയുന്ന ഇഷാൻ കിഷൻ, ഇപ്പൊ സഞ്ജു സാംസൺ, ശിവൻ ദുബെ. ഈ 3 പേരെയാണ് ഈ ടൂർണമെന്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോൺഫിഡൻസോടെ ബാറ്റ് ചെയ്യുന്നത്. ഈ 3 പേര് ഇന്ന് കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായോ? അടുത്ത സൂര്യകുമാർ യാദവ് 11 റൺസ് മാത്രമേ എടുക്കാവുള്ളൂ. 6 ബോൾ ഫേസ് ചെയ്തു. ഹാർദിക് പാണ്ഡ്യ അവസാനം വന്ന് 12 ബോളിൽ 27 റൺസ് അടിച്ചു. അവസാന ഓവർ 2 സിക്സ് ഒക്കെ അടിച്ചു കേട്ടോ. 2 സിക്സും 3 4കളും അടിച്ചിട്ടുണ്ട്. തിലക് വർമ്മ എടുത്തു പറയണം. തിലക് വർമ്മയുടെ ഇന്നിങ്സ് എടുത്തു പറയണം. 7 ബോളിൽ നിന്നാണ് 21 റൺസ് അടിച്ച് 3 സിക്സുകൾ അടിച്ചിട്ടുണ്ട്. 2 സിക്സിന്റെ തുടരെ അടിച്ചവൻ. മനസ്സിലായി? 7 ബോളിൽ നിന്ന് 21 റൺസ് അടിച്ച് അങ്ങനെ അവന്റെ സ്ട്രൈക്ക് റേറ്റ് 300 ആണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യ 253 എന്ന് പറഞ്ഞ കൂറ്റൻ സ്കോറിലേക്ക് എത്തി. 253 എന്ന് പറയുന്ന കൂറ്റൻ സ്കോറിലേക്ക് എത്തി. എന്തായാലും ഇന്ത്യ ജയിക്കുമെന്നൊരു സ്ഥിതിവിശേഷത്തിലായിരുന്നു. 253 എന്ന് പറയുമ്പോൾ ചില്ലറ റൺ അല്ല. മനസ്സിലായോ? എന്തായാലും ഞമാര് തോക്കും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പിച്ചു. പക്ഷേ തുടക്കം നമുക്ക് നല്ലതായിരുന്നു. സാൾട്ട് ആയിക്കോട്ടെ, ബട്ടർ ആയിക്കോട്ടെ, എല്ലാരും എന്ത് ചെയ്തു? പെട്ടെന്ന് പോയി. മനസ്സിലായോ? സാൾട്ട് 5നും പിന്നെ ഹാർദിക് പാണ്ഡ്യ ഫസ്റ്റ് ബോളിൽ തന്നെ വിക്കറ്റ് പോയി. ജോസ് ബട്ട്ലർ ഈ പറയുന്ന 17 ബോൾ 25 അടിച്ചു. വരുൺ ചക്രവർത്തി അടിക്കുന്ന വരുൺ ചക്രവർത്തി ഫസ്റ്റ് വിക്കറ്റ് എടുത്ത് ആ ബൗൾഡ് അവൻ ക്രോസ് ബാറ്റ് ചെയ്ത് ബൗൾഡായി. ഇത്രയേ ഉള്ളൂ. പിന്നെ വന്ന് നമ്മുടെ ക്യാപ്റ്റൻ ഹാരി ബ്രൂക്ക് വന്ന് ബുംറയുടെ അത്യുഗ്രമായ സ്ലോ ബോളിൽ ഫസ്റ്റ് ആ ക്യാച്ച് എന്റെ അമ്മ ഈ പറയുന്ന അക്ഷർ പട്ടേൽ ഓടിക്കിടന്ന് നക്കിയെടുത്തു വന്നു. ആ ക്യാച്ചിൽ പോയി. അവിടെ വെച്ചൊക്കെ ഇന്ത്യക്ക് നല്ല പ്രതീക്ഷ. ഏതാണ്ട് അവർ തൊഴിലെന്ന് പറഞ്ഞ ആ സമയത്താണ് അവന്മാരെ ബദേലി പറഞ്ഞത്. ബദേലി വന്ന് അടിയത്തുള്ളൂ. ബദേലി വന്നിട്ട് പിന്നീട് വിൽ ജാക്സൺ വന്നു. വിൽ ജാക്സൺ അവരെ കുറെ കളി ജയിപ്പിച്ചത്. യുവമാർ രണ്ടും കൂടി ഒന്ന് അടിയോടടി. അയ്യോ, ഓരോ ഓവറിലും 10 15 തുടക്കം പോറ് തീരുമ്പോ 6, തുടക്കം പോറ് തീരുമ്പോ 6. ഒരു രക്ഷയും ഇല്ലായിരുന്നു. അവസാനം ഈ പറയുന്ന ബുംറയെ കൊണ്ടുവന്ന് ബുംറ വന്ന് ആ ലാസ്റ്റ് ഓവറിന്റെ 4ാമത്തെ ഓവർ എറിഞ്ഞു പിടിച്ചു. ആ 4ാമത്തെ ഓവർ എറിഞ്ഞു പിടിച്ചു. അതുപോലെ ഹർഷദീപ് സിംഗ് അവനും വന്നു. ആ ഓവറും കിടിലമായിട്ട് എറിഞ്ഞു. ആ 2 ഓവറാണ് ടേണിംഗ് പോയിന്റ് ആയത്. അതുമല്ല നമ്മുടെ ഹാർദിക് പാണ്ഡ്യ ഒന്ന് ഫസ്റ്റ് ഗോള് മറ്റവന്റെ വിക്കറ്റും കിട്ടി. ജസ്റ്റ് ആണ് തിലക് വർമ്മ എടുത്ത ക്യാച്ച്. അത് 6 ആയിട്ട് പോയിരുന്നെങ്കിൽ ഭാഗ്യമുണ്ടേ. അവസാനം 30 റൺസ് ഉള്ളതുകൊണ്ട് ശിവൻ ദുബൈക്ക് എറിയാൻ പറ്റി. 30 റൺസ് ഫസ്റ്റ് ബോൾ എന്തോ ഭാഗ്യത്തെ എന്ത് ചെയ്തു? ഉരുട്ടി അടിച്ച് 2 ഓവറിന്റെ ഇതില് റൺഔട്ട് ആയി പോയി. അതാട്ടോ പൊക്കി അടിച്ചല്ലെങ്കിൽ നീ വേണ്ട ഓടണ്ട. ഞാൻ അടുത്ത 5 ബോൾ 6 അടിക്കാന്ന് പറഞ്ഞ അവൻ നിന്നിരുന്നെങ്കിൽ അമ്മയാണ് അവൻ 5 ബോൾ 6 അടിക്കുമായിരുന്നു ശിവൻ ദുബെ ആണെങ്കിൽ. ഇത് എന്തോന്നല്ലേ 30 റൺസൊക്കെ നിനക്കൊന്നും ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആർച്ചർ പിന്നീട് വന്ന് തന്നെ 3 6 തുടരെ അടിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊരു വളരെ മോശം കേട്ടോ. അവന്മാരെ ബൗളിങ്ങില് ആർച്ചർ 61 റൺസാണ് വിട്ടുകൊടുത്തത് ഒരു വിക്കറ്റിൽ. മനസ്സിലാവും? ബാക്കി എല്ലാവർക്കും അടിയിട്ട് സാം കരനും കിട്ടി 53. പക്ഷെ ഇന്ത്യൻ ബൗളിംഗ് കാണണമല്ലോ. ഇന്ത്യൻ ബൗളിങ്ങില് ഹർഷദീപ് സിംഗ് 51, ഹാർദിക് പാണ്ഡ്യ 38, നല്ല രീതിയിൽ 2 വിക്കറ്റ് 38 റൺസും. ബുംറ എല്ലായ്പ്പോഴും പോലെ 33 റൺസ് വിട്ടുകൊടുത്തു ഒരു വിക്കറ്റ്. വരുൺ ചക്രവർത്തി 64, ആർച്ചറിനെയും കാട്ടി അടിച്ചെന്ന് തോന്നുന്നു അല്ലേ? ആർച്ചറിന് എത്രയാണ് അടിച്ചത്? ഇവന് 64 അടിച്ചു. ആർച്ചറെ അടിച്ചത് 61. ആർച്ചറിനെയും കാട്ടി അടി വാങ്ങി. ജസ്റ്റ് 64 റൺസ് അടിച്ചു. മനസ്സിലായോ? ശിവൻ ദുബെ 1 ഓവർ മാത്രമേ എറിഞ്ഞുള്ളൂ. ഭ്രാന്ത 1 ഓവർ എറിഞ്ഞുള്ളൂ, 22 റൺസ് അടിച്ചു. പക്ഷെ എന്തൊക്കെയായാലും ബാറ്റിംഗിൽ അളിയൻ സൂപ്പറായിട്ട് ബാറ്റ് ചെയ്തു. അടിപൊളിയായിട്ട് എടുത്ത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. സഞ്ജു സാംസൺ
സഞ്ജു സാംസൺ ഇതുവരെ അവനെ തടഞ്ഞതിന് എല്ലാവർക്കും ചുട്ട മറുപടി ചപ്പയിലിട്ടുള്ള അടി കൊടുക്കും പോലെയാണ് ഇപ്പം ബാറ്റ് ചെയ്യുന്നത്. ഭയങ്കര അത്രയ്ക്ക് കോൺഫിഡൻസോടുകൂടെ ബാറ്റ് ചെയ്യുന്നത്, അത്രയ്ക്ക് സ്റ്റൈലിഷ് ആയിട്ടുള്ള അത്രയ്ക്ക് ക്ലാസി ആയിട്ടുള്ള ഷോട്ടുകളാണ് കളിക്കുന്നത്. ആ ചോപ്ര ആർച്ചറിനെയൊക്കെ ആ ലെഗ് സൈഡിൽ അടിച്ച 6 പട്ടയെന്നാണ് കൊടുത്തത്, മനസ്സിലായോ? അത്രയ്ക്ക് അടിയാണ്. പക്ഷേ ഇംഗ്ലണ്ടിനെ നമുക്ക് ഒരിക്കലും എന്താ പറ്റില്ല, നമുക്ക് കളിയാക്കാൻ പറ്റില്ല. അവന്മാർ കിടിലമായിട്ട് കളിച്ചു. അവസാനം 254 റൺസ് എന്ന് പറയുമ്പോൾ അതവർ ചേസ് ചെയ്ത് 7 റൺസിനാണ് അവർ തോറ്റത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയുടെ ബൗളിംഗ് വളരെ വളരെ കൺസേൺ ആയ ഒരു സംഭവമായി മാറിയിട്ടുണ്ട് ഇന്ത്യയുടെ ബൗളിംഗ്. പിന്നെ ഇന്ത്യക്ക് ഇന്ന് ടോസ് നഷ്ടപ്പെട്ടു. ഈ പറഞ്ഞതുപോലെ എന്താണ് അവര് ബാറ്റിംഗ് എടുത്തു, ഡ്യൂ ഫാക്ടർ ഇല്ലായിരുന്നു. എനിക്ക് സൂര്യകുമാർ യാദവ് പറയുന്നു നമുക്ക് ടോസ് കിട്ടിയിട്ട് ഞാൻ ബാറ്റിംഗ് തന്നെ എടുക്കും. അത് വെറുതെ പറഞ്ഞായിരിക്കും, അവർക്ക് ഒരു ടെൻഷൻ കൊടുക്കണ്ടാണ് അവർ ബാറ്റിംഗ്. അതിന് വേണ്ടി പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇന്ത്യക്ക് ബാറ്റ് കിട്ടിയിരുന്നെങ്കിൽ ഇന്ത്യ ചേസ് എടുക്കുള്ളായിരുന്നു. കാരണം ഇവിടെ ചേസ് ഇത്ര ഈസിയാണ്. കാരണം 254 റൺസ് എന്ന് പറയുന്ന റണ്ണ് കണ്ടോ, ചേസ് ചെയ്ത് വന്നത് കണ്ടോ. അപ്പോ എന്തായാലും ഇന്ത്യ ഫൈനലിൽ ഇന്ത്യ കപ്പ് തൂക്കുന്നു. നമുക്ക് എടുക്കണം. ജയ് ഹിന്ദ്.